നമസ്കാരം. അപ്പോൾ കോപ്പ അമേരിക്ക കപ്പ് തീർച്ചയായിട്ടും അപ്പോൾ മെസ്സിയെ ശരിക്കും അവഹേളിച്ച ഒരു ടീമുണ്ടായിരുന്നു ബ്രസീൽ നല്ല ടീമാണ്. നിലവിൽ അവർ ഫാൻസുകാർ ഒത്തിരി പേര് ആക്രമണത്തിന്റെ ഒരു കുന്തമുന എന്ന് വേണമെങ്കിൽ പറയാം കുത്തിക്കേറ്റിട്ടുണ്ടായിരുന്നു മെസ്സിയുടെ നെഞ്ചത്ത്. അപ്പൊ ഈ മെസ്സി തോറ്റു പോകുക അല്ലെങ്കിൽ അർജന്റീനയെ തോപ്പിച്ച് കളയുന്ന ഒത്തിരി ബ്രസീലിലെ ഫാൻസുകാർ വന്ന് ഒത്തിരി തെറിയും അതിനനുസരിച്ചുള്ള ഒരുപാട് അറ്റാക്കുകളും കമന്റ്സിലൂടെ നമ്മൾ ചെയ്ത വീഡിയോനടിയിലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു തിരിച്ചടി എന്നോണമാണ് ഇപ്പൊ അർജന്റീന ഫൈനലിൽ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു അവരുടെ കണ്ണിനടിച്ചു പോലായിട്ടുണ്ട്. ബ്രസീലിന്റെ ഫാൻസുകാരെ നിങ്ങൾ മനസ്സിലാക്കുക, സത്യസന്ധമായ ഒരു ഗെയിമറെയും വായിൽ നാവുകൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കമന്റ്സ് വഴി തോൽപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സൈബർ ആക്രമണം വഴി തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് ഒരു 100 വോൾട്ടേജിൽ ഇപ്പോഴും പറയുന്നു. നിങ്ങൾക്ക് ചങ്കുറ്റുണ്ടെങ്കിൽ ഒരുപാട് കമന്റ്സ് ഇതിന്റെ അടിയിലേക്ക് ഇടുക, തെറി പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ തോപ്പിച്ച് നിങ്ങളെ ഓടിച്ചു കളഞ്ഞില്ലേ, അതിന് ഉത്തരം നിങ്ങൾക്ക് പറയാനില്ലല്ലോ. ഒറ്റ തൊപ്പിയിട്ടിട്ട് ഗെയിമിൽ നിന്ന് പുറത്തായതിനു ശേഷം ഒത്തിരി ഫാൻസുകാർ വന്നിട്ട് ആക്രമണം, അതായത് സൈബർ ആക്രമണം നടത്തിക്കൊണ്ട് യാതൊരു ഗുണവുമില്ല. കാരണം തോറ്റുപോയില്ല, നിങ്ങളെ പുറത്തായില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ കരയണം? പൊട്ടിക്കരയണം എന്തിനാണ് തോറ്റ് ചെയ്യുമ്പോൾ? അത് നെയ്മറിന്റെ ഒക്കെ ഒരു ചിന്താഗതിയാണ്. പൊട്ടിക്കരഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ കപ്പ് കിട്ടും എന്നുള്ള നൈസ് കളി. അതായത് പ്രേക്ഷകർ അല്ലെങ്കിൽ ഫുട്ബോളിനെ പ്രണയിക്കുന്നവന്റെ മുമ്പിലൊന്നും പൊട്ടിക്കറിഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ കഴിഞ്ഞ കളിയിൽ തൊപ്പിട്ടപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്മർ ഉണ്ടെങ്കിൽ ഞങ്ങൾ കപ്പടിച്ചാൽ, അല്ലെങ്കിൽ നെയ്മർ ഇല്ലാത്തതുകൊണ്ടാണ് ഗോൾ അടിക്കാൻ പറ്റുന്നത്. ഏറ്റവും വലിയ വിഡ്ഢിത്തരമെന്ന് പ്രേക്ഷകരടക്കം പറയും. തീർച്ചയായിട്ടും നിങ്ങൾ അർജന്റീനയൊക്കെ ആക്രമിക്കാൻ നോക്കുമ്പോൾ ആലോചിക്കുക, വളരെ സത്യസന്ധമായ രീതിയിലും മാന്യമായ രീതിയിലുള്ള ഗെയിം കളിക്കുന്ന മെസ്സി ഒരിക്കലും ആക്രമിക്കാൻ നോക്കണ്ട. അന്തസ്സായിട്ട് തോപ്പിച്ചു കളയാമെന്ന് മാത്രമല്ല, അന്തസ്സായിട്ട് നിങ്ങൾ തോക്കും. പഴയപോലുള്ള സൈബർ ആക്രമണമൊക്കെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് പോലും ഇപ്പൊ താണക്കേടാണ്. അതൊക്കെ എന്ത് കാര്യമുണ്ട്? നിങ്ങൾ തോറ്റ് പുറത്തായില്ലേ ബ്രോ, എന്ത് കാര്യമുണ്ട് ഇതിൽ വന്നിട്ട് തെറി പറഞ്ഞോണ്ട് വല്ല ഗുണമുണ്ടോ? കമന്റ്സ് മോശമായിട്ട് കുറെ തെറി പറഞ്ഞോണ്ട് എന്ത് കാര്യം? അന്താക്ഷരി പോലെ കുറെ തെറി അങ്ങനെ പറഞ്ഞിടുക, അല്ലെങ്കിൽ അർജന്റീന കുറെ കുറ്റം പറയുക, ഇതൊക്കെ തോറ്റ ടീം പറയാനുള്ള ഒരു യോഗ്യത ഇതിനകത്തില്ല. തീർച്ചയായിട്ടും അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. കുറച്ച് ദഹനക്കുറവുണ്ട് ഈ ബ്രസീലിന്റെ ഫാൻസ് ആയിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജന്റീന കപ്പടിക്കുന്നു 100 വോൾട്ടേജിൽ അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും വളരെ മാന്യമായ രീതിയിൽ മൂവ് ചെയ്യുന്ന ഈ അർജന്റീന എന്ന് പറയുന്ന ഈ ഒരു ടീമിനെ തോൽപ്പിക്കാന്നുള്ളൊരു മാനസികാവസ്ഥ അല്ലെങ്കിൽ മനസ്സ് അല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് നിങ്ങൾ കാണിക്കേണ്ട കാര്യമില്ല. കാരണം എന്തായാലും മെസ്സി കപ്പടിച്ചിരിക്കും. കള്ളത്തരം കാണിക്കാതെ വളരെ മാന്യമായ രീതിയിൽ കാൽ കൊണ്ട് കളം വരച്ച് പന്തടിക്കുന്ന ഒരു പയ്യനാണ് മെസ്സി. ആ മെസ്സിക്ക് പുറകെയുള്ള കുറച്ച് പടകളുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ കുന്തെറിഞ്ഞ് കഴിഞ്ഞാൽ അത് ചങ്കി കീറിയ ആള് മരിച്ചു എന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നുമില്ല. അന്തസ്സായിട്ട് ബോൾ തട്ടാൻ അറിയാവുന്ന രീതിയിലുള്ള പിള്ളേരാണ് കൂട്ടത്തിലുള്ളത്. അപ്പൊ ഈ സൈബർ ആക്രമണം നടത്തുമ്പോൾ വിചാരിക്കുക ലൈവായിട്ടുള്ള കളിയിലും നിങ്ങളെ പൊട്ടിപ്പോന്നുള്ള കാര്യം. ആ ഒരു മനസ്സെടുത്ത് വലിച്ചെറിഞ്ഞ് കളയാം. തീർച്ചയായിട്ടും ഇത് അർജന്റീനക്കുള്ള കോപ്പ അമേരിക്ക കപ്പാണെന്ന് മനസ്സിലാക്കുക. ഈ കഴിഞ്ഞ തവണ ബ്രസീൽ പുറത്തായി കഴിഞ്ഞപ്പോ ഒരു വീഡിയോ ഇട്ടപ്പോ കുറെ മാന്യന്മാർ എന്നിട്ട് കുറച്ച് കമന്റ്സ് ഇട്ടുണ്ടായിരുന്നു. ഒരു 1.5 കമന്റ്സ് വായത്തള്ളെന്ന് പറഞ്ഞാൽ 1.5 തള്ളാണ് തള്ളിയാക്കണത്. ആ ഒരു കമന്റ്സ് ഞാനിപ്പോ ഈ വീഡിയോയിലിടും. അപ്പൊ അതിനുള്ള ഒരു മറുപടി അർജന്റീന ഫാൻസ് ആയാലും ബ്രസീൽ ഫാൻസ് ആയാലും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതികരിക്കാം. ന്യായം ആരുടെ ഭാഗത്താണെന്നുള്ള കാര്യം നമുക്ക് നേരെ അറിയാവുന്ന കാര്യമാണ്. അർജന്റീന കപ്പടിച്ചിരിക്കും എന്നുള്ള കാര്യം ഒരു വ്യത്യാസമില്ല, ഒരു തരി അനങ്ങൂല. അപ്പൊ ആ ഒരു ബ്രസീൽ തോറ്റ് പുറത്തായതിനു ശേഷം ഇട്ട വീഡിയോന് അടിയിൽ വന്നിരിക്കുന്ന ഒരു പക്ക ഒരു കമന്റ് ആണ്. അതായത് ബ്രസീൽ ഫാൻസിൽപ്പെട്ട ഒരാളായിരിക്കണം എന്ന് വിചാരിക്കണു പ്രേക്ഷകനായാലും അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു കമന്റ്സ് അത് വായിച്ചതൊന്ന് ചങ്കിടിങ്ങി പോയി. കാരണം മെസ്സിയോട് പോയി ആദ്യം തന്നെ പെനാൽറ്റി അടിച്ചു പഠിക്കാനാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഈ പെനാൽറ്റിയൊക്കെ അടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളെന്ന് നമ്മൾ വിചാരിക്കണം. ഇനിയിപ്പോ മെസ്സിനെ അവിടെ നിന്ന് മറ്റേ എയറോപ്ലെയിനിൽ കയറ്റിയിട്ട് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് അയാളോട് പഠിപ്പിക്കാൻ പറയണം. കാരണം അദ്ദേഹം പഠിച്ചിട്ടില്ലല്ലോ, പെനാൽറ്റി അടിക്കാൻ പഠിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ലോകകപ്പ് ഈ പറയുന്ന മെസ്സിയുടെ ടീം നേടിയത്. അപ്പൊ അത് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആളെ നമ്മളെ എത്തിച്ചു കൊടുക്കണം, വീട്ടിലെത്തിച്ചു കൊടുക്കണം. എന്നാലും മാത്രം മെസ്സിക്ക് പെനാൽറ്റി അടിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു വിചാരമൊക്കെ അങ്ങോട്ട് പറിച്ചളഞ്ഞേക്ക്. തീർച്ചയായിട്ടും ഈ ഒരു ഗെയിമിൽ കോപ്പ അമേരിക്ക എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിൽ കൂടെയും നിങ്ങൾ അവരുടെ ഒരു വിജയം കാണേണ്ടി വരും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഏറ്റവും വലിയ തോൽവിയാണ് ബ്രസീൽ, നിങ്ങളുടെ ഏറ്റവും വലിയ തോൽവിയാണത്. ഈ ഒരു ഗെയിമിൽ തോറ്റു കഴിയുമ്പോൾ കരച്ചിലോ അല്ലെന്നുണ്ടെങ്കിൽ അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെ ഇരുന്നിട്ടോ യാതൊരു കാര്യമില്ല. അന്തസ്സായിട്ട് ആമ്പിള്ളേരെ പോലെ ബോൾ തട്ടാൻ പഠിക്കണം. അല്ലാതെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് കുറെ കരഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റേ നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ മറ്റേ മാങ്ങ പറിച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു സംഭവമാക്കി കളഞ്ഞാൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് രാജാക്കന്മാരാണ് ഞങ്ങൾ എന്നുള്ള വിചാരമായി തന്നെ പറിച്ചളയാ. ആദ്യം തന്നെ സത്യസന്ധമായ രീതിയിൽ ഗെയിം മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കുക. അല്ലാതെ തീർച്ചയായിട്ടും ഞങ്ങൾ വലിയ ആൾക്കാരെന്നുള്ള അഹങ്കാരമായി തന്നെ പറിച്ചളയാ. അപ്പൊ തന്നെ ആ ഒരു ബ്രസീൽ എന്ന് പറയുന്ന ആ ഒരു ടീം പക്കയായിട്ട് മാറും. കാരണം ഒത്തിരി ഫാൻസുകാരെ നമുക്കറിയാവുന്ന നമുക്ക് ബ്രസീലിനൊക്കെ നല്ല പക്ക ഫാൻസുകാരാണ്, ഒരു തെറി പോലും പറയാത്ത ആൾക്കാരാണ്. പക്ഷെ ഇതിന്റെ അടിയിൽ വന്നത് തെറിയുടെ ഒരു അഭിഷേകം തന്നെ നടത്തിയാക്കിയാണ്. കാരണം ഇത് തോറ്റു കഴിയുമ്പോൾ മറ്റേ അണ്ണാക്കി പിരിവെട്ടി കഴിയുമ്പോൾ വേറെ ഒന്നും പറയാനില്ല. ടൈപ്പ് ചെയ്ത് കുറെ തെറി അയക്കുക, അല്ലാതെ വേറെ ഒന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ സൈബർ ആക്രമണം 1.5 ആക്രമണം. പക്ഷെ നമുക്കതൊന്നും വലിയ വിഷയമല്ല, പുത്തിരി ഒന്നും അല്ല സംഭവം. അതാണ് മനസ്സിലാക്കുക. സൈബർ ആക്രമണം തെറി പറച്ചിലും നമുക്കൊരു പുത്തിരിയില്ലെന്ന് പറയാൻ കാരണം വിജയം ഞങ്ങളുടെ ഒപ്പമാണ്. ഇനിയിപ്പോ ഞാനുള്ള കാര്യം തോന്നുന്നു, ഞാനൊരു അർജന്റീന ഫാനാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? അന്തസ്സായിട്ട്
തോറ്റു കഴിഞ്ഞാൽ തോറ്റെന്ന് തന്നെ പറയും. തോറ്റു കഴിയുമ്പോൾ മറ്റുള്ള ഓപ്പോസിറ്റ് ഇരിക്കണ ഈ ടീമുകളെ തെറി പറയുന്നൊരു അപമാനിക്കൽ എന്ന് പറഞ്ഞൊരു സംഭവം അർജന്റീന ഫാൻസിന് ഒരിക്കലും ഉണ്ടാവില്ല, ഒരിക്കലും ഇല്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയുമില്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ ബ്രസീൽ എന്ന് പറയുന്ന ഫാൻസുകാർ തോറ്റു കഴിയുമ്പോൾ കുറെ തെറി അഴിച്ചുവിടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു തെറി പറയുന്ന സമയം കൊണ്ട് അന്തസ്സായിട്ട് ആ ടീമിനൊന്ന് കളിപ്പിക്കാൻ പഠിപ്പിക്കുപോയി. എനിക്ക് അറിയാൻ പാടില്ല, നിങ്ങൾക്കാണോ അറിയുന്നത്. നിങ്ങളിപ്പോ മറ്റേ മെസ്സിനെ പെനാൽറ്റി അടിക്കാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ഒരു പണി ചെയ്യൂ, ഈ പറഞ്ഞ ആ ഒരു ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് ആദ്യം മുതൽ ഒന്നുകൂടി പഠിപ്പിക്കാൻ നോക്കൂ. ഫുട്ബോൾ കളിക്കാൻ, ഉരുട്ടാൻ, കാലുകൊണ്ട് തട്ടാൻ പഠിപ്പിക്കുക. അല്ലാതെ കുറെ ഡയലോഗ് അടിച്ചിറക്കിക്കൊണ്ട് യാതൊരു ഗുണവുമില്ല. നിങ്ങൾക്ക് കപ്പടിക്കാൻ പറ്റില്ല. ഇനി അടുത്ത നെക്സ്റ്റ് ഒരു കപ്പ് വരുന്നുണ്ട്, അത് ഏത് കപ്പാണ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഈ ബ്രസീൽ ടീമിന് വേണ്ടി തന്നെ ഒരു കപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അവിടെ ഒട്ടിച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ നെറ്റത്ത് എഴുതി വെക്കുക കപ്പെന്നും പറഞ്ഞാൽ അതൊരു ഒരു ഗുണമില്ല. നിങ്ങൾക്ക് കപ്പടിക്കാനേ പറ്റുന്ന 100 വോൾട്ടേജ് പറയാം. അപ്പൊ ബ്രസീൽ ഫാൻസിനോട് ഒരു റെസ്പെക്ട് ഉണ്ട്, അവർക്കൊരു സല്യൂട്ട് ആണ്. കാരണം അതിൽ ഒത്തിരി നല്ല ഫാൻസുകാരുണ്ട്. എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, അവർ മാന്യമായ രീതിയിലുള്ള സംഭാഷണങ്ങൾ നടത്തുന്നത്. തീർച്ചയായിട്ടും തോറ്റു കഴിഞ്ഞാൽ തോറ്റു തന്നെ പറയും. അല്ലാതെ തോറ്റു കഴിയുമ്പോൾ ഓപ്പോസിറ്റുള്ള ടീമിനെ തെറി പറയുക അല്ലെങ്കിൽ മോശമായ രീതിയിൽ കമന്റ്സ് ഇടുക, അതൊക്കെ വളരെ വളരെ ദയനീയമാണ്. അതൊക്കെ തോറ്റിട്ടുണ്ടല്ലോ തലേന്നും ചെവിട്ടിന്ന് കിളി പറഞ്ഞ ചെയ്യുന്ന ഒരു അഭ്യാസ പ്രകടനമാണ്. ഒന്നുമല്ല, ഏക്കൂല മോനെ. നിങ്ങൾ തോറ്റ് തൊപ്പിട്ട് നിങ്ങൾ അടിച്ചു ഓടിച്ചാക്കാണ്. തീർച്ചയായിട്ടും അർജന്റീന കപ്പ് കൊണ്ടുപോകുന്ന ഇങ്ങനെ എഴുതി വെച്ചോ കേട്ടാ. വേറെ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. ഇനിയിപ്പോ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമം വിചാരിക്കണം. ഇനിയും പറയാനുണ്ട്. കാരണം ഇനിയിപ്പോ നെക്സ്റ്റ് ഫൈനൽ, അതായത് അർജന്റീന ഫൈനൽ എത്തിയിരിക്കുകയാണ്. മെസ്സിയുടെ നല്ല കാൽപന്ത് കളി കാണാൻ പറ്റും. 1-1.5 ഗെയിം ആയിരിക്കും, ഒന്നും പറയാനില്ല. വീണ്ടും ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞത് അതവിടെ മാറ്റി വെക്കണം. ഇനിയും പറയാനുണ്ട്. കാരണം ഈ മെസ്സി എന്ന് പറയുന്ന ഒരു ടീം ഒരാളല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ നെയ്മർ ഗോൾ അടിച്ചില്ലെങ്കിൽ തോറ്റും, നെയ്മർ കളിക്കാണ്ടാണ് ഞങ്ങൾക്ക് കപ്പടിക്കാൻ ഞങ്ങൾ പുറത്തായെന്നൊക്കെ പറഞ്ഞില്ലേ. മെസ്സി അടിച്ചില്ലെങ്കിലും പടയുണ്ട് പുറകെ, അവര് കയറി അടിച്ചോളും. ആക്രമണങ്ങളൊക്കെ തൊടുത്തുവിടാനുള്ള കഴിവും കപ്പാസിറ്റിയൊക്കെ ഇപ്പൊ പിള്ളേർക്ക് ഉണ്ട്. അത് മനസ്സിലാക്കിക്കോ. നല്ല ചങ്കുറ്റുള്ള ആമ്പിള്ളേരാണ്, കാലുകൊണ്ട് അടിക്കാൻ പറ്റിയ പിള്ളേരാണ്. പുറം കാലിന് അടിക്കും പിള്ളേർ, അറിയാമോ? നേരിട്ട് കാണാനുള്ള ഈ കാഴ്ചകൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോ? നിങ്ങൾക്ക് ഇപ്പൊ എവിടെയാണ് ബ്രസീലിന്റെ ഫാൻസാർ എവിടെയാണ് ഒളിച്ചിരിക്കുകയാണെങ്കിൽ ഒത്തിരി കമന്റ്സ് ആയിരിക്കും കാട് തെറിയോ എന്തുകൊണ്ടെങ്കിലും അയച്ചോ, ഒരു കുഴപ്പമില്ല. നമ്മൾ അന്തസ്സായിട്ട് സ്വീകരിക്കും. ചന്ദന എന്നുള്ളതിനൊക്കെ പറയുന്ന ആൾക്കാരോട് പറഞ്ഞു, തെറി കളിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു അന്തസ്സായിട്ട് കളിച്ചിരിക്കാൻ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ കമന്റ്സ് ഇടുക. അതിനൊരു മാന്യത ഉണ്ടാവും. അല്ലാതെ ഈ തോറ്റിട്ട് ഈ തൊപ്പിയിട്ടിട്ടുണ്ടല്ലോ, ആ ഒരു ക്യാപ്പ് തലയിച്ച് വന്നിട്ട് പുറത്തായി കഴിയുമ്പോണ്ടല്ല വെറുതെ തെറി പറഞ്ഞിങ്ങനെ തോറ്റ് പിന്നെയും നോക്കണ നിങ്ങളുടെ വില കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രസീലിന്റെ ഫാൻസ് ഇത്രക്ക് തരം താഴ്ന്ന് പോവല്ലേ. ഒരു പ്രേക്ഷകൻ അതിനകത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പോസിറ്റുള്ള ടീമുകളെ റെസ്പെക്ട് ചെയ്യാൻ. തീർച്ചയായിട്ടും റെസ്പെക്ട് ഉണ്ട്. ബ്രസീൽ എന്ന് പറയുന്ന ഒരു പഴയ ടീമുണ്ട്, അത് നിങ്ങൾ ആദ്യം തന്നെ കണ്ട് മനസ്സിലാക്ക്. ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുള്ള മച്ചാന്മാരെ. ഞങ്ങൾക്ക് ഇപ്പോഴും റെസ്പെക്ട് ഉണ്ട്. ഓരോ ടീമിനെയും ഞങ്ങൾ വിലയിരുത്താറുണ്ട്. തീർച്ചയായിട്ടും തോറ്റു കഴിയുമ്പോൾ ഞങ്ങൾ വീഡിയോ ആയിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു പ്രചോദനം ഉണ്ടാവില്ല. നിങ്ങൾ വീണ്ടും തോറ്റു പോകുള്ളൂ. കാരണം അത് ഫാൻസിന്റെ കയ്യിൽ നിന്നാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോസ് ഇറങ്ങി കഴിയുമ്പോൾ ടീമിന്റെ മനസ്സിനകത്തേക്ക് കയറിക്കൊള്ളുന്നത്. അതിനുശേഷമായിരിക്കും വീണ്ടും അടുത്തൊരു ഗെയിം ജയിക്കണമെന്നുള്ളൊരു തീവ്രതയോടുകൂടി കളിക്കണത്. അല്ലാതെ വെറുതെ തോക്കൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. അത്യാവശ്യം പ്രതികരണ ശേഷിയൊക്കെ വേണം. അതുപോലെ ഞങ്ങൾ പ്രതികരിക്കണം എന്നുള്ളതല്ല, അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കണതോ അല്ലെങ്കിൽ ചവിട്ടിത്താത്തണതോ അല്ല. സമാധാനപരമായിട്ട് പറയാം. തീർച്ചയായിട്ടും കോപ്പ അമേരിക്ക കപ്പ് അത് മെസ്സി ടീം, മെസ്സിപ്പട, അർജന്റീന എന്ന് നിങ്ങൾ എഴുതി വെച്ചോ. തീർച്ചയായിട്ടും വേൾഡ് കപ്പ് ഫുട്ബോളിന് ശേഷം ഏറ്റവും വലിയ തോൽവി നിങ്ങളാണ് അനുഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം അതേപോലെ തന്നെ വിജയം വീണ്ടും കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിങ്ങും വെള്ളായിട്ട് നല്ലൊരു കളിയും നല്ലൊരു ഗെയിമും തീർച്ചയായിട്ടും മെസ്സി പടക്ക് തന്നെ ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ വെറുതെ സൂക്ഷിച്ചു വെച്ചോ. തീർച്ചയായിട്ടും ആ ഒരു ദിവസം വരുമ്പോൾ കപ്പ് ഇങ്ങനെ കൊണ്ടുപോകണ കാണാം. മെസ്സി ഈ കപ്പ് മെസ്സി തന്നെ അടിക്കും. മെസ്സി ടീം കൊണ്ടുപോകും എന്നുള്ളത് ഒരു 100 വോൾട്ടേജിൽ ഇപ്പോഴും പറയണം. അപ്പൊ പെനാൽറ്റി അടിക്കാനായിട്ട് പഠിപ്പിക്കണ സുഹൃത്തിനോട് പറയണം. തീർച്ചയായിട്ടും അപ്പൊ അവസാനത്തെ കളിയിലേ ഈ മെസ്സിനെ കൊണ്ട് തരാട്ടെ, അപ്പൊ ഒന്ന് പെനാൽറ്റി അടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തേക്കട്ടെ. അപ്പൊ ചേട്ടന്റെ കാല് കൊണ്ട് തട്ടണത് കാണാനാണ് മെസ്സിക്ക് കൂടുതൽ താല്പര്യം. അപ്പൊ ഞങ്ങളൊക്കെ പറയാട്ടാ, അപ്പൊ അന്ന് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടാ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുരു പൊട്ടിയിട്ട് തെറി പറയാൻ താല്പര്യമുള്ള പിള്ളേരോ അല്ലെന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് പ്രതികരിക്കാനുള്ള പിള്ളേരെ നമ്മളെ റെസ്പെക്ട് ചെയ്യും. തെറി പറയണമാരോ നമ്മൾ വകവെക്കൂല. തീർച്ചയായിട്ടും നിങ്ങൾ തെറിയോ എന്തുകൊണ്ടെങ്കിലും അയച്ചോ, ഒരു കുഴപ്പമില്ല കേട്ടാ. നിങ്ങളുടെ കുടുംബത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ കുടുംബത്തിന് ആൾക്കാരുള്ളതെന്ന് മനസ്സിലാക്കിയാൽ മതി. തീർച്ചയായിട്ടും അപ്പൊ ഒരു വിരലിങ്ങനെ കൊണ്ട് ബാക്കിയുള്ള വിരലും നിങ്ങളുടെ നെഞ്ചത്തേക്ക് തന്നെയാണ് നീട്ടിയാക്കണം. നിങ്ങൾ ആലോചിക്കണം. തീർച്ചയായിട്ടും ഈ ഒരുപാട് തോൽവികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കരുത്. തീർച്ചയായിട്ടും ഒരുപാട് കരച്ചിലുകളും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ടീമിൽ ഒരാളുണ്ടെങ്കിൽ മാത്രമേ കപ്പടിക്കും എന്നുള്ളൊരു വിഡ്ഢിത്തരം എന്നുള്ളൊരു സംഭവങ്ങൾ ഒഴിവാക്കുക. അപ്പൊ തന്നെ ടീം രക്ഷപ്പെടും. തീർച്ചയായിട്ടും ബ്രസീൽ എന്ന ഒരു പഴയൊരു ടീമുണ്ട്, ആ ടീമിലേക്ക് ഒരു വേറെ ലെവലാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു ടീമിന്റെ ഒരു അഭ്യാസം കണ്ടിട്ട് വേണം നിങ്ങൾ ഈ ഒരു ടീമിനെ വിലയിരുത്താൻ. തീർച്ചയായിട്ടും അർജന്റീന എന്ന് പറയുന്ന ഈ ഒരു ടീമിന്റെ അഭ്യാസം കണ്ടിട്ട് എന്തായാലും തീർച്ചയായിട്ടും മുഴുവനും കണ്ടോളൂ. അപ്പൊ ഇനി വീണ്ടും നമ്മൾ കാണും മെസ്സി ഇങ്ങനെ കപ്പായിട്ട് പോകുന്ന ഒരു സീനുണ്ട്.
അതും കൂടി വരുമ്പോൾ ഞങ്ങൾ പൂർത്തിയാക്കിക്കോളാം ഈ വീഡിയോ. അതേ വരും നിങ്ങളുടെ സത്യസന്ധമായ രീതിയിലുള്ള തെറികളും മാന്യതയോട് കൂടിയ ഒരുപാട് വാക്കുകളും സ്വീകരിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ ഒന്ന് കമന്റ് ഇട്ടോളട്ടാ. അപ്പൊ ഒരു വാക്ക് പറയാൻ മറന്നുപോയി. കോപ്പ അമേരിക്ക കപ്പ് അത് മെസ്സി പടക്കമുള്ളതാണ്.